സഫാനെ എന്തോ സഫാൻ ഏത് രൂപത്തിൽ വന്നാലും ഇപ്പൊ ഒരു പാട്ടിന്റെ പ്രസന്റേഷൻ ആണെങ്കിലും അതൊക്കെ സഫാന് നന്നായിട്ട് ചേരുന്നുണ്ട്. അത് സഫാന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ പല റൗണ്ടുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് പുണ്യമക്ക എന്ന റൗണ്ടിൽ എത്തി നിൽക്കുകയാണ്. ഏത് പാട്ടാണ് സഫാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്? സുബൈർ തളിപ്പറമ്പ് രചനയും സംഗീതവും നിർവഹിച്ച് റൌഫ് തളിപ്പറമ്പ് പാടിയ ഇതുവരെ കാണാത്ത പരിശുദ്ധമൊക്കെ എന്ന് പറഞ്ഞ സോങ് ആണ്. ഈ പാട്ട് ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്നത് നമ്മുടെ കമറുക്കയാണ്. അപ്പൊ എല്ലാ വിശ്വാസം നേരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പാട്ട് കേട്ടിട്ടാവാം. ഓക്കെ, നന്നായിട്ട് പാടണം കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു. പരിശുദ്ധ മക്കയേ ഇലാഹേ നീ എന്നെ കാണിക്ക് പെരിയോനെ ഇതുവരെ കാണാത്ത പരിശുദ്ധ മക്കയേ ഇലാഹേ നീ എന്നെ കാണിക്ക് പെരിയോനെ ഇന്നും കിനാ കാണും കാബ ശരീഫിൽ ഇന്നും കിനാ കാണും കാബ ശരീഫിൽ എത്തിക്കണേ എന്നെ തമ്പുരാനെ ഇതുവരെ കാണാത്ത പരിശുദ്ധ മക്കയേ ഇലാഹേ നീ എന്നെ കാണിക്ക് പെരിയോനെ ഹാജർ ബീവി ഓടിയ പുണ്യ സഫാ മർവാ മല കണ്ടിടുവാൻ ഹാജർ ബീവി ഓടിയ പുണ്യ സഫാ മർവാ മല കണ്ടിടുവാൻ ഒരു നാളും വറ്റാത്ത തെളിനീരിൻ സംസം ഒരു നാളും വറ്റാത്ത തെളിനീരിൻ സംസം മതി വരുവോളം കുടിച്ചിടുവാൻ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇതുവരെ കാണാത്ത പരിശുദ്ധ മക്കയേ ഇലാഹേ നീ എന്നെ കാണിക്ക് പെരിയോനെ ബിസ്മി ഓതി കേൾപ്പിച്ച് ഹിറാ ഗുഹയും ഒന്ന് കണ്ടിടുവാൻ ഇഖ്റ ബിസ്മി ഓതി കേൾപ്പിച്ച് ഹിറാ ഗുഹയും ഒന്ന് കണ്ടിടുവാൻ ഹാജിമാർ ത്വവാഫ് ചെയ്യുന്ന കഅബയിൽ ഹാജിമാർ ത്വവാഫ് ചെയ്യുന്ന കഅബയിൽ എത്തിടുവാൻ
നീ എന്നെ കാണിക്ക് പെരിയോനെ ഇന്നും കിനാ കാണും കഅബ ശരീഫിൽ ഇന്നും കിനാ കാണും കഅബ ശരീഫിൽ എത്തിക്കണേ എന്നെ തമ്പുരാനെ ഇതുവരെ കാണാത്ത പരിശുദ്ധ മക്കയെ ഇലാഹേ നീ എന്നെ കാണിക്ക് പെരിയോനെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. സഫാനെ, എന്തോ നമുക്ക് ഈ ഒരു 12th സീസണില് 15 കണ്ടസ്റ്റൻസിൽ 11 ഗേൾസും 4 ബോയ്സും ആണുള്ളത്. ആ 4 പേരും ഈ പാട്ടിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. നമ്മുടെ ജഡ്ജസിന് അത് ഇഷ്ടപ്പെട്ടോ, അവരുടെ കമന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. അൻവർക്ക, സഫാനെ, എന്തോ പാട്ട് വളരെ മനോഹരമായിട്ട് പാടി, ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ നിന്റെ ഈ മുണ്ടുടുപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒറ്റ മുണ്ട് അല്ലേ? താങ്ക് യു. അതുപോലെ നിസ്കാര തഴമ്പ് ഇപ്പം ആർട്ടിഫിഷ്യൽ അല്ലേ? ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ. അതെ. ഇനി അത് കൃത്യമായിട്ട് 5 നേരം നിസ്കരിച്ച് വരുമ്പോൾ സാധാരണഗതിയിൽ പഴയ കാലത്ത് നിസ്കാരത്തരം തഴമ്പ് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് വരാൻ തീരെ സാധ്യതയില്ല. കാരണം പള്ളികളൊക്കെ നല്ല വെൽവെറ്റൊക്കെ ആക്കി നല്ല സുഖകരമായ രീതിയിൽ നിസ്കരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് മിക്കവാറുമുള്ള എല്ലാ പള്ളികളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പല ആളുകൾ സ്ഥിരമായിട്ട് 5 നേരം നിസ്കരിക്കുന്നവർക്ക് ഇപ്പോൾ നിസ്കാര തഴമ്പ് ഇല്ല. അതൊരു ഈ സുഖസൗകര്യങ്ങൾ കൂടി പോയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. എന്നാലും ഈ എന്താ പറയുക, കൃത്യമായ ഒരു ഫക്കീർ, ഒരു അല്ലേ, ഒരു മുസാഫർ, ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ അങ്ങനെ നിന്ന് പാടുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ആ തൊപ്പി, ഒമാൻ തൊപ്പി അല്ലേ? അതെ അതെ, ഒമാൻ തൊപ്പിയും ഒക്കെ ഒരു കറക്റ്റ് ഒരു എന്താ പറയുക, ഭക്തിയുടെ ഒരു സ്പിരിച്വൽ മൂഡ് അത് കറക്റ്റായിട്ട് വന്നു. പിന്നെ മക്കയെക്കുറിച്ചുള്ള വളരെ മനോഹരമായ പാട്ട്, വളരെ ഭംഗിയായിട്ട് തന്നെ പാട്ട്. നമ്മുടെ കമറക്ക നമ്മുടെ ഓർക്കസ്ട്രേഷൻ ചെയ്തതാണ്. വളരെ ഹൃദ്യമായി മോനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാടിയിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച് അൻവർക്ക. ഷബ്നം, വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു. പിന്നെ സഫ്വാൻ ഒരു പാട്ടിൻ്റെ ഫ്ലേവറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അതിന് ഓരോ ഡീറ്റെയിലും അതാണ് ഞാൻ നോക്കിയത്. നിന്നെ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്തേക്ക് അതാണ് പറഞ്ഞത്. എല്ലാം ആ ഒരു പെർഫെക്ഷനിലേക്ക്, ഈവൻ ഡ്രസ്സിങ് ആണെങ്കിൽ പോലും, നിൻ്റെ ആ ഒരു നിപ്പാണെങ്കിൽ പോലും, നിപ്പിൻ്റെ സ്റ്റൈലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കും. ആ പാട്ടിൻ്റെതായിട്ട് ഉള്ള ഒരു പെർഫെക്ഷൻ. മീശ കറുപ്പിച്ചെന്ന് പറയുന്നത് ഇവർക്കാണോ? താടിയും. വെച്ചു കുറച്ച്. ഓ അത് ശരി, ഓക്കെ. അപ്പോൾ അത് ഭയങ്കരമാണ് കേട്ടോ. ആ ഒരു എഫേർട്ട് എടുക്കുന്നതിന് നമ്മളൊരു വലിയ കയ്യടി തന്നെ കൊടുക്കണം. താങ്ക് യു. ഒത്തിരി സന്തോഷം. എനിക്ക് ആകെ ഒരു സ്ഥലത്ത് അൺസ്റ്റേബിളായിട്ട് തോന്നി. അത് അനുപല്ലവിയിൽ മതി വരുവോളം കുടിച്ചിടുവാൻ, ആ കുടിച്ചിടുവാൻ ഉള്ള സ്ഥലം, അത് ബ്രത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു അൺസ്റ്റേബിലിറ്റി, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ശരി, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നല്ല കമന്റ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പുതിയ ഈ ഒരു ഘട്ടത്തിലെ 3 റൗണ്ടുകളിൽ ആദ്യത്തെ റൗണ്ടാണ്. അതും പുണ്യമായിട്ടുള്ള മക്കയെക്കുറിച്ച് പാടിയ പാട്ടായതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സഫാൻ, ഓ കഅബ എന്നാണ് നമ്മൾ ഐൻ എന്നുള്ള അക്ഷരമാണ്. പക്ഷേ മോൻ പാടുമ്പോൾ ഓയിൻ വന്നതുപോലെ തോന്നി. 2 ഐന്, ഓയിന്, ഖാഫ്, ദാൽ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം നമുക്ക് മലയാളമായിട്ട് ബന്ധമില്ലാത്ത കുറേയധികം അക്ഷരങ്ങൾ അറബിയിലുണ്ട്. അറബി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്, അറബി എന്നാണ് പറയുക. അതിലും ഒരു ഐനുണ്ട്. ഐനുണ്ട്, ഓയിനുണ്ട്, ഖാഫുണ്ട്, ദാലുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അറബിക് ഭാഷയിൽ മാത്രമുള്ള അക്ഷരമാണ്. അപ്പോൾ കഅബ എന്ന് തന്നെ പറയുമ്പോൾ കഅബ എന്ന് പറയും പോലെ തോന്നി, ഓയിൻ വന്നതുപോലെ തോന്നി കേട്ടോ. അത് ശ്രദ്ധിക്കണം.